എല്ലാ മച്ചമ്മക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം വെൽക്കം ബാക്ക് ടു ആൻഡ്രോയിഡ് ഗെയിമർ MT. അപ്പം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെച്ചാൽ ഇന്നത്തെ മാനേജർ ഗെയിമാണ് എപ്പിസോഡാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളെ ടീമിനായിട്ട് കുറച്ച് ചേഞ്ചൊക്കെ വരുത്താനുണ്ട്. പക്ഷേ ഇപ്പം വെച്ച് കഴിഞ്ഞ് കാണാൻ പറ്റും. അടുത്ത കളിയിലേക്ക് നേരെ പോകുന്ന വീഡിയോ ആയിരിക്കും അടുത്ത എപ്പിസോഡിൽ. ഈ എപ്പിസോഡിൽ ഫസ്റ്റ് മാച്ച് പഞ്ചാബിനെതിരെയാണ്. പഞ്ചാബിന് 4ാമത്തെ മിനിറ്റ് ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ഇത് മിക്കവാറും ഗോളാകാൻ സാധ്യതയുണ്ട്. ഗോളാണ് വെച്ചാൽ പ്രശാന്താണ്, നമ്മളെ ഫോറിനർ പ്ലെയറാണ് പ്രശാന്ത്. കഴിഞ്ഞ സീസണിൽ ഈ ടീമിനുണ്ടായിരുന്നു. വീണ്ടും റഹീമണിക്ക് ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ജോർദൻ മോയ്ക്ക് കൊടുക്കുന്നു. ജോർദൻ മോയെ അല്ലത് കാർണർ ഗോൾ അടിച്ചിരിക്കുകയാണ്. അപ്പം 11 മിനിറ്റിൽ 1-1 ആക്കിയിരിക്കണം. ജോർദൻ മകയെ മാറ്റി കർണറെ കൊണ്ടുവന്നിരിക്കുകയാണ്. 40 മിനിറ്റ് കഴിഞ്ഞ് വെച്ചവന് 44 മിനിറ്റിൽ അവർക്കൊരു ചാൻസ്. അവസാന നിമിഷം ഫസ്റ്റ് ഹാഫിൻ്റെ അവസാന നിമിഷം അവർക്ക് ചാൻസ് കിട്ടിയിരിക്കുകയാണ്. വെച്ചാൽ നല്ല ഡിഫെൻഡിങ്, ഗുഡ് ഡിഫെൻഡിങ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുണ്ട്. 55 മിനിറ്റ് നമുക്കൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. റെയ്മലി തന്നെയാണ്. റെയ്മലി ഷോട്ട് ഗോൾ കീപ്പർ സേവ് ചെയ്തു. വീണ്ടും 59 മിനിറ്റ് ചാൻസ് കിട്ടിയിരിക്കണം. അതും ക്ലിയർ ചെയ്യുന്നു. 61 മിനിറ്റിൽ വീണ്ടും ഒരു ചാൻസ്. കർണറയുടെ ഗോൾ. 65 മിനിറ്റിൽ വീണ്ടും ചാൻസ് കിട്ടിയിരിക്കുകയാണ്. വെച്ചാൽ ഈ ചാൻസ് ഗോൾ സ്കോർ ചെയ്യാം. ഇത് കഴിഞ്ഞോ നല്ലൊരു ടേണിങ്. ഫറൂഖ് ചൗധരിയുടെ ബോൾ എടുത്ത് നമുക്ക് ഡിഫൻഡർ ക്ലിയർ ചെയ്യുന്നു. പഞ്ചാബിന് ചാൻസ് വെച്ചവന് നല്ലൊരു ബ്ലോക്ക് തന്നെയാണ് ഉള്ളത്. കേരള ടൈമിൽ ബ്ലോക്ക് വന്നിട്ടുണ്ട്. 52 മിനിറ്റ് നമുക്ക് ചാൻസ്. ക്രിബർലാഡോ ഒരു ഔട്ട് സൈഡ് കിക്കിലൂടെ ഗോൾ അടിച്ചിരിക്കുകയാണ്. ക്രിബർലാഡോ ഫ്രീ കിക്കിലൂടെ 3-1 മെയിൻ ഗോളാണ് ഹൈലൈറ്റ്. ഈ മാച്ചിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഉള്ളത്. മച്ചാൻ 91 മിനിറ്റ് ആയിരിക്കുന്നു. ചാൻസ് കൂടി കിട്ടിയിട്ടുണ്ട്. ഫറൂഖ് ചൗധരി, കർണറ, ഫറൂഖ് ചൗധരി, കർണറയുടെ ഗോൾ. കർണറ ഹാട്രിക് അടിച്ചെന്നാണ് തോന്നുന്നത്. എന്തായാലും 4-1 ജയിച്ചിട്ടുണ്ട്. 4-1 പിന്നെ മാൻ ഓഫ് ദ മാച്ച് കർണറ എന്ന് തോന്നുന്നു. അപ്പം ഇനി 17 മത്സരത്തിൽ 45 പോയിൻ്റാണ്. അടുത്ത മത്സരം ടഫ് മത്സരമാണ് ഗൈസ്. കേരള ബ്ലാസ്റ്റേഴ്സിനോടാണ് മത്സരം. ടഫ് സ്ഥാനത്തിലുള്ള ടീമാണ്. 2 പോയിൻ്റ് വ്യത്യാസം അങ്ങനെ എന്തേ ഉള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സിന് ചാൻസ് ഇട്ടിരിക്കുകയാണ്. നല്ലൊരു അവരുടെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കി നല്ലൊരു ബ്ലോക്ക് അത് ക്ലിയർ ചെയ്തിരിക്കുകയാണ്. പക്ഷേ വീണ്ടും 8 മിനിറ്റിലൊരു റെഡ് കാർഡ് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ആശ്വധികാരിക്കാണെന്ന് തോന്നുന്നു വെച്ചാൽ റെഡ് കാർഡ് കിട്ടിയ പണി കിട്ടി വെച്ചാൽ നമുക്കൊരു ഫോർമേഷൻ ചേഞ്ച് ആക്കേണ്ടി വരും. ഞാൻ ചേഞ്ച് ആക്കിയിട്ട് വരാൻ വെച്ചാൽ അപ്പോഴത്തേക്ക് നിങ്ങൾ ലൈക്ക് അടിക്കുക. വെച്ചവനെ ഫോർമേഷൻ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. 22 മിനിറ്റ് കഴിഞ്ഞ് 25 മിനിറ്റിൽ അവർക്ക് ചാൻസ് കിട്ടിയിരിക്കുകയാണ്. വെച്ചവനെ കേരള ബ്ലാസ്റ്റേഴ്സിന് ചാൻസ്. ഗോൾ. അവരൊരു ഗോൾ അടിച്ചിരിക്കുകയാണ്. വെച്ചവനെ വീണ്ടും അവർക്ക് ചാൻസ്. Andrea Luna, വാട്ടക്കളറിയോ പേപ്പർ ഗോൾ അടിച്ചിരിക്കുകയാണ്.
വൺ ടഫ് മാച്ച് മനസ്സിലായത് ഇതുവരെ കളിച്ചിട്ട് ഏറ്റവും ടഫ് മാച്ച് ചെയ്തത്. നമുക്ക് ചാൻസ് കിട്ടുന്ന വെള്ളിമാരി നല്ല പാസ് ജോർദൻ കർണകയുടെ ഗോൾ 1-2 വെച്ചവനാണ്. 1-2 ആയിരിക്കുകയാണ് വെച്ചവന്. ഒരു ചാൻസും കൂടി അടിച്ചാൽ ഗോൾ അടിക്കാൻ വീണ്ടും അവർക്ക് ചാൻസ് ഇട്ടിരിക്കുകയാണ് വെച്ചവന്. അപ്പോൾ നമ്മളൊരു ഡിഫൻഡർ മാത്രമേ ഉള്ളൂ, അവിടെ തന്നെ ഷോട്ടിലെത്തോണ്ട സീനില്ല. വീണ്ടും അവർക്ക് ചാൻസ് ഇട്ടിരിക്കുകയാണ് വെച്ചവന്. ഇത് മിക്കവാറും ഗോളാകാൻ ചാൻസ്. ദിമിത്രി സ്കോർ ചെയ്ത് വെച്ചവന് 3-1. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ് വെച്ചവന്. ഇനി സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ കാണാം ചെറുങ്ങനെ ഫോർമേഷൻ ചേഞ്ച് ആകേണ്ട വെച്ചവന്. അപ്പം വെച്ചവന് രണ്ടാം പകുതി ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം അവർക്ക് ചാൻസ്, വീണ്ടും അവർക്ക് ചാൻസാണ്. ഒന്നാമത് 2 വെള്ളം വയ്ക്കുന്നുണ്ട്. പോസ്റ്റ് നിൽക്കുന്നു. വീണ്ടും അവർക്ക് ചാൻസ് ഫോർ അവർ. വാട്ടർ കളി. വീണ്ടും അടിച്ചിട്ടുണ്ട് ഗോൾ. നമ്മൾ തീർന്നു വെച്ചവൻ. അതിലൂടെ ചെന്നൈക്ക് വീണ്ടും ചാൻസ്. ജോണി കാക്കയുടെ ഗോൾ വെച്ചവൻ്റെ ഫസ്റ്റ് ഗോളാണ്. ഫസ്റ്റ് ഗോൾ ജോണി കാക്കോ. ചാൻസ് കിട്ടാൻ തന്നെ വെയിറ്റ് ചെയ്യാൻ വെച്ചവനെ. 75 മിനിറ്റ് ആയിരിക്കുകയാണ്. 80 മിനിറ്റ് ആയിരിക്കുകയാണ് വെച്ചവന്. 85 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. 87 മിനിറ്റിൽ അവർക്കൊരു ചാൻസ് വെച്ചവനെ. ദിമിത്രിയോ നല്ലൊരു ഡിഫൻഡിങ്. ഈ കളി തോറ്റു വെച്ചവന്. 4-2 ഫസ്റ്റ് തോൽവിയാണ് വെച്ചവന്. വലിയ സീനില്ല, ഇപ്പോഴും 2 പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ. അപ്പം അടുത്ത കളിയിലേക്ക് പോകാൻ വെച്ചവനെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വരാം. അപ്പോൾ വെച്ചവൻ അടുത്ത മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെയാണ്. അപ്പം കളി സ്റ്റാർട്ടായിട്ടുണ്ട്. ചാൻസ് 4-ാം മിനിറ്റിൽ തന്നെ അവർക്കൊരു ചാൻസ്, ഈസ്റ്റ് ബംഗാളിന് ഒരു ചാൻസ് ഇട്ടിരിക്കുകയാണ് വെച്ചവനെ. നമ്മൾ നോക്കാൻ വെച്ചവനെ. അപ്പം 7-ാം മിനിറ്റിൽ വീണ്ടും അവർക്ക് ചാൻസ് കിട്ടിയിരിക്കുകയാണ് വെച്ചവനെ. 7-ാം മിനിറ്റിൽ വീണ്ടും അവർക്കൊരു ചാൻസ്. നമുക്ക് വെയിറ്റ് ചെയ്യാൻ വെച്ചവരെ ചാൻസ് കിട്ടുന്നതിന്. വീണ്ടും ചാൻസാണ്. നല്ലൊരു ഡിഫൻഡിങ്. 23-ാം മിനിറ്റിൽ അവർക്കൊരു റെഡ് കാർഡ്, നമുക്കൊരു ചാൻസും കിട്ടിയിരിക്കുകയാണ് വെച്ചവരെ. ഫറൂഖ് ചൗധരി ക്രോസ്. ജോർദൻ മുറ ഇസ് ഗോൾ ഗൈസ്. അടുത്ത കളി ജോർദൻ മുറ എന്ന് ഇറക്കിയാൽ മതിയായിരുന്നു. വെറുതെ ജോർദൻ മുറ സംഭവിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ഡിസിഷൻ ഈസ് മേക്ക് പെർഫെക്റ്റ് ആയിരുന്നു. എല്ലാവരും ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്, പക്ഷെ ഇതങ്ങനെ അടിക്കുന്നില്ല. നേരെ ജോർദൻ മുറയ്ക്ക് ക്രോസ് അടിക്കും, ഗോൾ. ജോർദൻ മുറയുടെ ഗോൾ. 2-0 ആയിട്ടുണ്ട് വെച്ചവരെ. 35 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് വെച്ചവരെ. 30-ാം മിനിറ്റിൽ ചാൻസ്. വീണ്ടും സൗത്ത് ഗോൾ. 45 മിനിറ്റ് ആവുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചാൻസ് വെച്ചവന്. ബേക്കിലൊരു പ്ലെയർ കൊണ്ട് റെയ്മണിക്ക് ചാൻസ്. റെയ്മണിയുടെ ഷോട്ട് ഗോൾ കീപ്പർ സേവ് ചെയ്തിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാളിലെ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫ് ആരംഭിച്ചിട്ടുണ്ട് വെച്ചവന്. 50-ാം മിനിറ്റിൽ നമുക്കൊരു ചാൻസ്. വണ്ടർഫുൾ ഗോൾ വെച്ചവന്. ഗോളി കയറി ഒന്നും നോക്കില്ല, ഒരു തലേനെ വീട്ടിൽ ഓടി ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ് വെച്ചവന്. നല്ലൊരു ഗോളായിരുന്നത്. വീണ്ടും ചാൻസ്. അഗൈൻ ചാൻസ്. ഫറൂഖ് ചൗധരി. അത് പ്ലെയർ ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ്. 58-ാം മിനിറ്റിൽ വീണ്ടും ചാൻസ്. ജോർദൻ മുറ ഗോൾ അടിച്ചിരിക്കുകയാണ് ജോർദൻ മുറ. അങ്ങനെ ആ ഗോൾ അടിച്ചിരിക്കുകയാണ്. അപ്പം 4 ഗോളായിട്ടുണ്ട് വെച്ചവന്. 4-0. 34-ാം മിനിറ്റിൽ അവർക്കൊരു ചാൻസ് ഇട്ടിരിക്കുകയാണ് വെച്ചവന്. ഇത് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നറിയില്ല. ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്ന വെച്ചാൽ CK എമാനെ അടിച്ചിട്ടുണ്ട്. CK എമാനാണ് ഗോൾ അടിച്ചിരിക്കുന്നവരെ. 29-ാം മിനിറ്റ്. 80 മിനിറ്റ് ആയിരിക്കുകയാണ്. 85 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് വെച്ചാൽ. എന്തായാലും നമ്മൾ കളിച്ചിട്ടുണ്ട്. അവർക്കൊരു യെല്ലോ കാർഡ് റെഡ് കാർഡ് കണ്ടിട്ടുണ്ട്. നമുക്ക് സീനില്ല വെച്ചാൽ
അങ്ങനെ 19 കളി കഴിഞ്ഞിട്ടാകുമ്പോൾ 48 പോയിൻ്റ് ആയിരിക്കുകയാണ്. അപ്പം ഈ നോർത്ത് ഈസ്റ്റിനെതിരെ മനസ്സിനെ കൊണ്ട് വെച്ചവനെ പിന്നെ വെച്ചവനെ ഇനിയൊരു അടുത്ത എപ്പിസോഡും കൂടി കഴിഞ്ഞാൽ ലീഗ് മാച്ച് ഫുള്ളായിട്ട് കഴിയും. പിന്നെ സെമി ഫൈനൽ, ഫൈനൽ അങ്ങനെ ആയിരിക്കും. 2 എപ്പിസോഡ് കൂടി ഉള്ളൂ ഈ സീസണിൽ. സീസൺ തീരാൻ വേണ്ടി 2 എപ്പിസോഡ്. അപ്പോൾ പക്ഷേ നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള കളി തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് ചാൻസ് കിട്ടുന്നു. ഞാൻ പറഞ്ഞില്ല, അവർക്കൊരു ഫ്രീക്ക് കിട്ടി നല്ലൊരു ബ്ലോക്കായിരുന്നു. 19 മിനിറ്റിൽ നമുക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. കൈമണി അത് ഡിഫെൻഡ് ചെയ്തു. 23 മിനിറ്റിൽ വീണ്ടും ഒരു ചാൻസ്. ബെട്ടച്ചോ ജോർദാൻ മറ ഗോൾ ചെയ്ത് ജോർദാൻ മറ തിരിച്ചു കൂട്ടുകാരൻ ടോപ്പ് സ്കോറായി ജോർദാൻ മറയേ ഉള്ളൂ. പക്ഷേ ഇനി ജോർദാൻ മറ എത്ര കളി സബ് ചെയ്തിരുന്നാലും 5 കളി സബ് ചെയ്തിരുന്നാലും സീനില്ല. സെക്കൻഡുള്ള ദിമിത്രിയാണ്, അതും നല്ല ഡിഫറൻറ്റ് ഉണ്ട്. പക്ഷേ അവർക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അവർ മിസ്സാക്കി. നമ്മളെ ഗോളിയുടെ നല്ല സേവായിരുന്നു. 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ആരംഭിച്ചിട്ടുണ്ട്. 1 ഗോളിന് ലീഡ്. വീണ്ടും ഒരു ചാൻസ്. സ്റ്റിൽ ബട്ടച്ചിയുടെ ഷോട്ട് കീപ്പർ സേവ് ചെയ്തു. വീണ്ടും അവർക്കൊരു ചാൻസ്, നമുക്കൊരു ചാൻസ്, അവർക്കൊരു ചാൻസ്. അങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ നല്ലൊരു ഡിഫെൻഡിങ്. വീണ്ടും അവർക്ക് തന്നെ കിട്ടി, അത് ത്രോ ആയിരിക്കുകയാണ്. 55 മിനിറ്റിൽ വീണ്ടും നമുക്കൊരു ചാൻസ്. ജോർദാൻ മറയുണ്ട് അവിടെ, ഫ്രീ ആയി നിൽക്കുന്നു. നല്ല ബോൾ കട്ട്. ആകാശ് നല്ല ബോൾ കൺട്രോളിങ്. ജോർദാൻ മറയിലേക്ക് ഇടുന്നു. ജോർദാൻ മറ ഷോട്ട് ഗോളായിരിക്കണം. ജോർദാൻ മറ അടിച്ചെന്നാണ് തോന്നുന്നത്. എല്ലാം വെച്ചാൽ 2 ഗോൾ അടിച്ചതേ ഉള്ളൂ. സോറി. അവർക്കൊരു ചാൻസ് കിട്ടിയിരിക്കുകയെന്ന് വെച്ചാൽ നല്ല ചാൻസ്. ഗോളിന് മികച്ച സേവ്, ഫുൾ സ്ട്രെച്ച് സേവാണത്. 64 മിനിറ്റ് ആവാനായി വെച്ചവരെ 70 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. 6 മിനിറ്റ് ആയിരിക്കണം. 77 മിനിറ്റ് വെച്ചവരെ 77 മിനിറ്റ് നമുക്ക് ഒരു ചാൻസ്. റഹീമലിയുടെ ഗോൾ വെച്ചാൽ അങ്ങനെ 3-0 ആയിട്ടുണ്ട്. റഹീമലിയുടെ ഗോൾ 80 മിനിറ്റ് ആയിട്ടുണ്ട് വെച്ചാൽ ഈ കളി നമ്മൾ ജയിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ജോർദാൻ മറ 4-0 ആയിട്ടുണ്ട്. ഹാട്രിക് അടിച്ചിരിക്കുകയാണ് ജോർദാൻ മറ. 4-0 ആയിരിക്കുകയാണ് വെച്ചാൽ അവസാന നിമിഷം അവർക്കൊരു ചാൻസ്. ഇത് ഗോളാവോ? നല്ല ഡിഫെൻഡിങ്. വീണ്ടും ഡബിൾ ഡിഫെൻഡിങ്. ക്ലിയർ ചെയ്ത ബോൾ. 90 മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ അങ്ങനെ കളി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജയിച്ചിട്ടുണ്ട്. ജോർദാൻ മറൈസ് ഹാട്രിക്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വെച്ചാൽ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. അപ്പോൾ വെച്ചാൽ പിന്നെ അടുത്ത എപ്പിസോഡും കൂടി കഴിഞ്ഞാൽ ലീഗ് മാച്ചൊക്കെ അവസാനിക്കും. പിന്നെ സെമി ഫൈനൽ അത് സെപ്പറേറ്റ് എപ്പിസോഡായിട്ട് ഇടാനാണ് പ്ലാന്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.